Hello guys, welcome to Blesha and Co. ഞങ്ങൾ ഇന്ന് വീടിന്റെ പരിസരത്തൊന്ന് നടക്കാൻ പോകുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഇവിടുത്തെ ഒരു പൊളിറ്റീഷ്യന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ഒന്ന് ചെന്നിട്ട് പുള്ളിനെ കണ്ട് നമ്മൾ തിരിച്ച് നടന്നു പോരും. നമ്മുടെ ബെഡൊക്കെ റെഡി ആയിട്ട് കിടക്കുവാണ്. അവൻ ഉറങ്ങുക. ഇപ്പോൾ നമ്മുടെ ബെഡിൽ കിടക്കുക. ഇനി ഇവനെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് നമുക്ക് പോകാം. ഇത് നമ്മുടെ ബെറാക്കിയുടെ സ്പ്രേയാണ്. ഞാൻ അവിടം വരെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇതൊന്ന് അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവനല്ല, എനിക്ക്. അതെ, യെസ്, നമ്മളങ്ങനെ ഇറങ്ങുന്നു. നമ്മൾ നടക്കുന്ന ഇതുപോലെ ഒരു കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെയാണ് നടക്കുന്നത്. കണ്ടോ, നമ്മുടെ ബെഡ് ഇവിടെയുണ്ട്. ഈ കട കരിമ്പ് ജ്യൂസിൻ്റെ കടയാണ്. നല്ല അടിപൊളി. ഇവിടെയൊക്കെ 10 രൂപയുള്ളൂ കേട്ടോ കരിമ്പ് ജ്യൂസിന്, ഒരു ഗ്ലാസ്സിന്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഞങ്ങൾ വേസ്റ്റ് വണ്ടിയുടെ സൈഡിൽ കൂടെ പോയേ. പക്ഷെ അധികം സ്മെല്ലുണ്ടായിരുന്നില്ല. സാധാരണ വേസ്റ്റ് വണ്ടിക്ക് ഭയങ്കര സ്മെല്ലുണ്ടാകുന്നുണ്ട്. ഇതൊന്നും സ്മെല്ലില്ല. എന്താണാവോ? പച്ചക്കറികളൊക്കെ അടുക്കി വെച്ചിരുന്നുണ്ടോ? എല്ലാം ഫ്രഷ് സാധനം കേട്ടോ. ഈ ഏരിയയിൽ പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വന്ന് വിളിക്കുന്നുണ്ട്. കണ്ടോ, സിസ്റ്റർമാർ വരെ ഇവിടെ നിന്ന് മേടിക്കണം കേട്ടോ. എല്ലാവരും ഇവിടെ നിന്ന് മേടിക്കുന്നുണ്ട്. നല്ല അത്യാവശ്യം നല്ല ഫ്രഷ് സാധനം ഇവിടെ നിന്ന് കിട്ടണം. അതുകൊണ്ടാണ് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിക്കുമായിരുന്നു. ഇത് കണ്ടോ, ഈ അപ്പച്ചനിട്ടേക്കുന്ന ഡ്രസ്സ് കണ്ടോ? അതിൻ്റെ വേറൊരു കളറല്ലേ ഞാൻ ഇട്ടേക്കണേ. ഇത് അവൻ്റെ ഡ്രസ്സാട്ടോ. ആ അപ്പച്ചനും ഞാൻ ഒരേ ഡ്രസ്സ് ഇട്ടേക്കുന്നു. ഇവിടെ വരുമ്പോൾ അവൻ്റെ ഇടണമല്ലോ, അതാണല്ലോ ഒരു ഇത്. ഞങ്ങളിപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ഞങ്ങളെ മുംബൈ ദർശനത്തിന് കൊണ്ടുപോയി. മുംബൈയിലെ ഇവിടെ സ്ഥലങ്ങൾ കാണിക്കാൻ കൊണ്ടുപോയ ഒരു ചേട്ടനെ കണ്ടു. അപ്പോൾ ചേട്ടൻ ആദ്യമായിട്ടാണ് ബെറാക്കിനെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പുള്ളിക്ക് ഉണ്ടായിരുന്നു. ബെറാക്കിനൊക്കെ തൊട്ട് സുഖമാണോ എന്നൊക്കെ ചോദിച്ചതുകൊണ്ട് നമ്മുടെ ബെഡിരിക്കണം കേട്ടോ. ഞങ്ങൾ വന്ന വഴിക്ക് കുറച്ച് അധികം ആൾക്കാർ കണ്ടു കേട്ടോ. ഇവിടെ അത്യാവശ്യം അറിയാവുന്നവർ കുറേ പേരുണ്ട്. അപ്പോൾ അതേ ഇപ്പോൾ ബെറാക്കിനെ പോകുന്ന വഴിക്ക് കുറച്ച് പേര് തടഞ്ഞു പിടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. അവനെ എടുത്തു പിടിച്ചേക്കുക. ആണോ? അത് ശരി. അത് ശരി. ബെറാക്കിയുടെ എല്ലാ വീഡിയോസും ഇവർ കാണാറുണ്ടെന്ന് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലായിരിക്കും. ഇൻസ്റ്റാഗ്രാമിലല്ലേ? ഇപ്പൊ കണ്ട ചേച്ചി ഇവിടെ കാറ്ററിംഗ് ഒക്കെ ചെയ്യുന്നതാ ചേച്ചി. പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് പപ്പയും ഫ്രണ്ട്സ് ആയിരുന്നു. എല്ലാവരും വർഷങ്ങളായിട്ട് ഇവിടെ സെറ്റിലായവരാ. അതുകൊണ്ട് റോഡിൽ കാണുമ്പോൾ എല്ലാവരും ചിരിച്ച് കാണിക്കുക, സംസാരിച്ചിട്ടൊക്കെ എല്ലാവരും പോകത്തുള്ളൂ. ഇവിടെ വന്നാൽ ഞങ്ങളുടെ ഏരിയ മലയാളികളുടെ ഏരിയയാണ്. ഇറങ്ങിയ എന്തായാലും ഒരു 10 പേരെങ്കിലും കാണും. അതുണ്ടോ, ദോശയുടെ ഇഡലിയുടെ ബാറ്റർ ഒരു ചേച്ചി വിൽക്കുക അവിടെ ഈ സൈഡിൽ നിന്നുണ്ട്. അത് മേടിക്കാനും ആൾക്കാരുണ്ട് കേട്ടോ. ചെറുകിട കുറേ ബിസിനസ്സുകൾ ഇവിടെ ഉണ്ട്. അതായത് ഓരോ മുക്കിനും മൂലയിലും ഇവിടെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് ആൾക്കാർ. നമ്മുടെ നാടിൻ്റെ കൂട്ടല്ല, നമ്മുടെ നാട്ടിൽ പാരയാ. ബിസിനസ് തുടങ്ങിയാൽ എല്ലാവരും ഓരോരുത്തർ പാരയായിട്ടൊക്കെ വരും. ഇവിടെ അങ്ങനെയല്ല, എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടോ. അതുകൊണ്ട് ആർക്കും പാരയൊന്നും ഇല്ല. എല്ലാവരും ഹെൽപ്പ് ചെയ്ത് പോകുന്ന മെൻറ്റാലിറ്റി ഇവിടെ മുക്കാലും മലയാളികളെല്ലാവരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ളവരാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്ഫുള്ളാണ്. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ പ്ലംബിംഗ് ആവട്ടെ മലയാളിയുണ്ട്, ഇലക്ട്രീഷ്യൻ ആവട്ടെ മലയാളിയുണ്ട്, ഇലക്ട്രിക്കൽ ആവട്ടെ മലയാളിയുണ്ട്, കൺസ്ട്രക്ഷൻ ആവട്ടെ മലയാളിയുണ്ട്. എല്ലാത്തിനും മലയാളികളുണ്ട്. എല്ലാവർക്കും ഓരോരോ ബിസിനസ്സാണ്. അതെ, അങ്ങനെ നമ്മൾ പതുക്കെ നടന്ന് മനോഷിൻ്റെ വീടിൻ്റെ ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം തൊട്ടടുത്താണ്. അങ്ങ് സ്ട്രെയിറ്റ് കാണുമ്പോൾ എൻഡ് ഓഫ് ദ റോഡ് അവിടെയാണ് പുള്ളിയുടെ വീട്. കയറാൻ പാടാ, സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. പുള്ളിയായിട്ട് അപ്പോയിൻമെൻറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. ലേറ്റാ നോക്കാം. ഇവിടെ ഇത് പുള്ളിക്കാരൻ്റെ സ്ഥലമാണ്. മാവീസ് എന്ന് പറഞ്ഞു. മാവീസ് എന്ന് പറഞ്ഞ എല്ലാം പുള്ളിയുടെ തന്നെയാണ്. ഇതിപ്പോൾ കരാട്ടയുടെ പിള്ളേരൊക്കെ കരാട്ട പിടിക്കുന്നുണ്ട് അവിടെ. അടിപൊളി. ഇതാണ് പുള്ളിയുടെ വീട്ടിലേക്കുള്ള ഒറിജിനൽ, അവരുടെ ബംഗ്ലാവിലേക്കുള്ള എൻട്രൻസ് ആയി കാണുന്നത്. ഇത് മിനാർന്ന് എഴുതിയിട്ടുണ്ട് കണ്ടോ. ഇതാണ് പുള്ളിയുടെ ബംഗ്ലാവ്. അപ്പുറത്തൂടെ കയറണേ. ഓക്കെ, നമ്മൾ അപ്പുറത്തൂടെ കയറണം. അപ്പോൾ നമ്മൾ അപ്പുറത്തൂടെ കയറാം. അപ്പോൾ അവിടെ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ അപ്പുറത്താന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം. സൈഡ് കണ്ടോ. അങ്ങനെ നടന്ന് നമ്മളത് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ. അവരുടെ അങ്ങോട്ട് പോകണ്ടല്ലോ. ഓക്കെ, ആ ചേട്ടൻ പറയും ഇവിടെ ഇങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത്, ഈ ഏരിയയിലേക്ക്. പോലീസുകാരുണ്ടോ? ഓക്കെ. പുള്ളിയുടെ വീട്ടിലെ ഓഫീസാട്ടോ ഇതാ. അവിടെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ വന്ന ആൾക്കാരെല്ലാവരും സഹായത്തിന് വേണ്ടി വന്നവരാണ്. ഓരോന്നും പുള്ളി പൊളിറ്റീഷ്യനായിട്ട് പുള്ളിക്ക് നല്ല പിടിപ്പുണ്ട്. അപ്പം ഓരോന്നും
ഹെൽപ്പിന് വേണ്ടിയിട്ട് വന്നേക്കുന്നതാണ്. അതാണ് നമ്മുടെ മനോസിൻ്റെ. ഇപ്പോൾ വന്നങ്ങ് പോയേ ഉള്ളൂ, നമുക്ക് കാണാം. പുള്ളിക്കാരൻ വന്നപ്പോഴേ നമ്മളൊന്ന് വിഷ് ചെയ്തു, അകത്തേക്ക് കയറിപ്പോയി. അവിടെ കുറച്ച് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് പുള്ളിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവരെ ഒന്ന് പറഞ്ഞു വിട്ടിട്ട് നമ്മളെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും. വന്നപ്പോഴേ ബെറാക്കിനെയൊക്കെ ഒന്ന് തൊട്ട് തലകൂടിയിട്ടൊക്കെ അകത്തേക്ക് കയറിപ്പോയിട്ടുണ്ടാകും. നല്ലൊരു ജെന്റിൽമാൻ ആട്ടോ പുള്ളിയെ പരിചയം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കോവിഡിൻ്റെ സമയത്ത് വാക്സിനേഷൻ്റെ ഒരു ക്യാമ്പ് പള്ളി നടത്തണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾക്ക് വേണ്ടിയിട്ട് പുള്ളിയോട് ചോദിക്കാനും അങ്ങനത്തെ ഹെൽപ്പിന് വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു വന്നത്. പിന്നെ പുള്ളിയായിട്ട് നല്ല കോണ്ടാക്റ്റായി. നമുക്കൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പുള്ളി നമ്മൾ വിളിച്ചു പറഞ്ഞപ്പോൾ വിഷിങ്ങൊക്കെ പുള്ളി നമുക്ക് ഭയങ്കര കാര്യമായിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്ത ആളാണ്. ഒരു വിഷിംഗ് വീഡിയോ ഒക്കെ പുള്ളി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഇവിടുത്തെ കുറേ സാധനങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് ഒരു ബിൽഡേഴ്സ് തുടങ്ങുന്നുണ്ട്. നല്ല അടിപൊളി കോംപ്ലക്സാണ്. സ്വിമ്മിംഗ് പൂള്, ക്ലബ് ഹൗസ് എല്ലാം ഉള്ളൊരു ഇതാണ്. അത് ഇവരുടെ ആണല്ലേ? അത് ഇവരുടെ. അവർ തൊട്ടടുത്ത് ഒരെണ്ണം പണിയുന്നുണ്ട്, ഒരു പുതിയ ടവർ പണിയുന്നുണ്ട്. അത് ഇവരുടെ. ഇത് കണ്ടോ, നമ്മുടെ ബെഡ് ഇരിക്കുന്നുണ്ടോ? ബെഡിൻ്റെ ഇവിടെ കൊതുകൊക്കെ കടിച്ചിട്ടുണ്ട് കേട്ടോ നെറ്റിയിൽ. അവൻ്റെ ടിപ്പ് ടോപ്പൊക്കെ ആയിട്ട് വന്നേക്കും കേട്ടോ മനോജിൻ്റെ കാണാൻ വേണ്ടി. ഉറങ്ങിക്കിടന്ന ആളാണ്, ഇപ്പോൾ എഴുന്നേറ്റൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ ബെറാക്കി ചെയ്യുന്ന കണ്ടോ അതിൻ്റെ ഇടയ്ക്ക്. ബെറാക്കി മോമിയുടെ ഗ്ലാസ് ഊരാൻ നോക്കുവാണേ, സ്പെക്സ് ഊരി പിടിക്കാൻ നോക്കുക. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് താണ്ട ഇങ്ങോട്ട്. അയ്യോ, എന്നാൽ ഇതാണെങ്കിൽ ഇതെങ്കിലും മതി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ബെറാക്കി ഉണ്ടല്ലോ, ആൾക്കാരൊക്കെ ഇങ്ങോട്ട് കയറി പോകുമ്പോൾ അവരെയൊക്കെ ഹോയ് ഹോയ് എന്ന് വിളിച്ചു. എന്നാ പിന്നെ എല്ലാവരും ഹോയ് ഹോയ് എന്ന് വിളിക്കുകയാണത്. അങ്ങനെ അവൻ വിളിക്കുക കേട്ടോ. എന്തിനാണ് എന്തോ. താങ്ക് യു. ഇതുണ്ടോ, നമ്മളിവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേ നമുക്ക് ഫുഡൊക്കെ കൊണ്ടു തന്നേക്കുക. ഇവിടെ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് ഫുഡൊക്കെ കൊണ്ടു തന്നു കേട്ടോ. ഇതെന്ത് സാധനം ഞാൻ വടപ്പാവിൻ്റെ വടയും ചമ്മന്തി ചട്നിയൊക്കെ കൊണ്ടു തന്നേക്കുക. അമ്പോ പൊളി. നമ്മൾ നാട്ടിലാണെങ്കിൽ വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കത്തില്ല, അത് എല്ലായിടത്തും ഇല്ല, വെയിറ്റ് ചെയ്യിപ്പിക്കും അവർ. പക്ഷെ പുള്ളി കാര്യമായിട്ട് നമുക്ക് ഇതൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ. നല്ല മനുഷ്യൻ. കേട്ടോ, ഞങ്ങൾ കഴിക്കുന്ന കണ്ടപ്പോൾ ബെഡിനും വേണേ, പക്ഷെ അവന് കൊടുത്തു. കണ്ടോ, ബെറാക്കി കഴിക്കുന്നുണ്ടോ? ബെറാക്കി ആണെങ്കിൽ അത് കിട്ടാൻ വേണ്ടി ചോദിച്ചു മേടിക്കും കേട്ടോ അവന് എന്തെങ്കിലും വേണമെങ്കിൽ. ഇത് കണ്ടോ, സന്തോഷമായി ഇച്ചിരി കിട്ടിയപ്പോൾ തരും. ഇങ്ങനെ ഇവിടെ എല്ലാവർക്കും കൊടുക്കും ഇങ്ങനെ? ഇല്ല ഇല്ല ഇല്ല, ഇത് അങ്ങനെ കിട്ടാറൊന്നുമില്ല. ഇത് നമ്മുടെ സ്പെഷ്യലായിട്ട് വന്നത്. നമ്മൾ വന്നതുകൊണ്ട് തന്ന കേട്ടോ. എൻ്റെ കഴിച്ച് തീർത്തു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സാധനത്തിന്. ഇനി പോണ വഴിക്ക് ഒരെണ്ണം കൂടെ മേടിച്ച് കഴിക്കണം. ഒരു ടിഷ്യൂവും കൂടെ തരാമായിരുന്നു. തന്നതും പോലെ ഇനി ടിഷ്യൂ അല്ലേ. ഞാൻ തരാം. സ്വർഗം. ഒച്ചപ്പാടും വെള്ളമാണ്. ഇത് കിട്ടാൻ വേണ്ടി, വെള്ളം കിട്ടാൻ. എന്തോ അവനവിടെ എന്തോ ഒരു സാധനം അവിടെ കണ്ടു, അത് എന്നെ വിളിച്ച് കാണിക്കുക. കുറെ നേരമായിട്ട് ഇവിടെ കിടന്ന് പരുകുന്നുണ്ട്. എന്താണോ കണ്ട എന്നാ കൊച്ചിനെ കാണിച്ചു തരണ്ടേ? ഇവിടെ എന്താ സംഭവം? ഇവിടെ ഒന്നും ഇല്ല കാര്യം പറയാം. അവനെ എഴുന്നേക്കാൻ നേരത്തെ അവൻ്റെ നിഴലും കണ്ട് കാണുന്നുണ്ട് അതിൻ്റെ. അതെ, ബെടാക്കി നോക്കിക്കേ. ഇത് കൊച്ചിൻ്റെ സാധനം. ഇത് ഡാഡ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വെച്ചു. ഓക്കെ, എന്നിട്ട് ഇത് അടച്ചു. കൊച്ചിത് എങ്ങനെ എടുക്കും? അവൻ പിന്മാറി. കുറച്ച് ബ്രെയിൻ സ്ട്രോമിങ് ആക്ടിവിറ്റീസ് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അവന് താല്പര്യമില്ല. അതെ, ഉണ്ടല്ലോ. എന്താണ്? പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതെ. കിട്ടി. അത് വലിച്ചോ കൊച്ചു വലിച്ചോ. കിട്ടുമോ നോക്കി കൊച്ചിനെ. ഓയോടി. അത് ഊരി ബെഡ്. ബെഡ് ഊരി. അത് ഊരിയല്ലോ കൊച്ച്. എടുത്തു തരാൻ. മനുഷ്യൻ്റെ ഇവിടെ ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അത് പിള്ളേർക്ക് കളിക്കാനായിട്ടും പാർക്കിംഗ് സ്പേസ് ആയിട്ട് കൊടുത്തേക്കുവാണ്. അല്ലാതെ ഗണപതിയുടെ ടൈം ആകുമ്പോൾ, നമ്മുടെ ഗണേശ ചതുർത്ഥിയുടെ സമയമാകുമ്പം അവിടെ വലിയൊരു മേള വരും, ഫെയർ വരും. നമ്മുടെ പള്ളിപ്പെരുന്നാളിലൊക്കെ കാണുന്ന സെറ്റപ്പൊക്കെ അവിടെ വരും. കുഞ്ഞിലേ തൊട്ട്
വഴക്കുണ്ടാക്കി പോകും. മനോജ് ഇന്ത്യയുടെ ഗ്രൗണ്ടിൽ പോകണം, മനോജ് ഇന്ത്യയുടെ ഗ്രൗണ്ടിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കും. എല്ലാ കുഞ്ഞു പിള്ളേർക്കും മനോജ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അറിയാൻ തോന്നുന്നു. ഇവിടെ ഈ ഏരിയയിൽ മൊത്തം പുള്ളിയുടെ സ്ഥാപനങ്ങളും ഹോട്ടലും ഉണ്ടോയെന്ന് തോന്നുന്നു. പുള്ളിക്കൊരു ചൈനീസ് ഹോട്ടലും ഉണ്ടല്ലേ, ഒരു ചൈനീസ് ഹോട്ടലും പുള്ളി കൊണ്ടുപോകണം. ഒരുമാതിരി എല്ലാം ഉണ്ട്. ഈ മാവീസ് എന്ന് പറഞ്ഞ കുറേ വണ്ടികളും ഉണ്ട്. അപ്പോൾ അവരുടെ വണ്ടിയുടെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ ഫ്രണ്ടിൽ മാവീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ അർത്ഥം ഇവരുടെ മനസ്സിൻ്റെ. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ബിൽഡിംഗ് ആക്ച്വലി ഇപ്പോൾ റീകൺസ്ട്രക്ട് ചെയ്തത് ഫുൾ അവരുടെ ഈ ബംഗ്ലാവ് ഇരിക്കുന്ന സ്ഥലം ഫുൾ അവർ പൊളിച്ചു, മൊത്തം പൊളിച്ചിട്ട് പിന്നെയും പണിതില്ല, റീകൺസ്ട്രക്ട് ചെയ്തതാണ്. ഇത് കണ്ടോ, നമുക്ക് ചായ കൊണ്ടുവന്നേക്കോ കേട്ടോ. പുറത്തുനിന്ന് കടയിൽ നിന്ന് അവർ പറഞ്ഞിട്ട് കൊണ്ടുവന്നേക്കുക. ഇവിടെ ഇവർ ഭയങ്കര വെൽക്കമിങ് ആട്ടോ. നമ്മളൊരു ഇച്ചിരി നേരം ലേറ്റ് ആയതിനാണ് ഇവരിങ്ങനെ ഫുഡ് തരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ചായ തരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. ഇവിടെ വേണമെങ്കിൽ എല്ലാ ദിവസവും വരാം. ബെഡ് കഴിഞ്ഞ ദിവസം നമ്മുടെ ആ സർപ്രൈസ് വീഡിയോയിൽ എലിസബത്തൊക്കെ വന്നിട്ട് ബെഡിനെ സർപ്രൈസ് ചെയ്തില്ലേ, അപ്പോൾ ബെഡ് അവിടെ അന്ന് വാവിട്ട് കരഞ്ഞായിരുന്നല്ലോ. ഇപ്പോൾ അവന് സൗണ്ട് ഇല്ല, അവനൊട്ടും സൗണ്ട് ഇല്ല. നമുക്ക് ഞാനെടുത്തോ നമുക്കുള്ള ചായ വന്നു കേട്ടോ. അവന് സൗണ്ട് ഇല്ല, അവൻ കരയാൻ നേരത്ത് എന്ന് പറഞ്ഞൊരു സൗണ്ട് മാത്രമേ ഉള്ളൂ, എയറിൻ്റെ സൗണ്ട് മാത്രം. പാവം കണ്ടോ, ക്യൂട്ട് ചായ. ഇതിൽ ഇപ്പോൾ ഒരു വിറ്റ് നടന്നേ. ഇത് കണ്ടോ, പുള്ളിയുടെ കയ്യിൽ നിന്ന് ചായ ഒന്ന് താഴെ ഇടും. അപ്പോൾ പുള്ളി അത് കാല് വെച്ചങ്ങ് തുടച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പം ടൈല് മൊത്തം അതായിട്ടുണ്ട്. ഇതുണ്ട് ഇവിടെ പോലീസ് പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട് കണ്ടോ. ഇവിടെ എന്തോ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ബോംബെ ഹൈക്കോർട്ടിലെ എന്തോ ആൾക്കാർ ഇരിക്കുന്ന സ്ഥലം കേട്ടോ, അഡ്വക്കേറ്റ്സ് ഇരിക്കുന്ന സ്ഥലമാണ്. വീട് കണ്ടോ ചെയ്തേക്കുന്നത്, നല്ല രസമുണ്ട്. അവർ അകത്ത് പ്ലാൻസ് ഒക്കെ ഉണ്ട്, പുറത്തും ഉണ്ട് കേട്ടോ. പുള്ളിയുടെ മോൾ ആർക്കിടെക്റ്റാണ്. ഓ അത് ശരി. അവരുടെ സ്വന്തമായിട്ടുള്ള ഇതുണ്ട്. ചിലപ്പോൾ അവരായിരിക്കാം ചെയ്തേക്കുന്നത്. നെഹ്റുവിനെ ഓർമ്മിക്കുന്ന രീതിയിൽ കുറച്ച് ആൾക്കാർ കയറി വന്നിട്ടുണ്ട്. ഇവരും പുള്ളിനെ അത് കാണാൻ വേണ്ടി വന്നേക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് കിട്ടാൻ വേണ്ടി എന്നെ ഒച്ചപ്പാടും മോളായിരുന്നു. ഓക്കെ ഓക്കെ ആയോ, ഓക്കെ ആയോ. അവനെ എടുത്തോണ്ട് പോയി കേട്ടോ, ഇറക്കിനെ എടുത്തോണ്ട് പോയി. അവിടെ എടുത്തോണ്ട് പോയത് കണ്ടോ, അത് നിൽക്കുന്നുണ്ടോ. ബെഡി, ഇതാരാ ഇത്? ഇതുണ്ടോ, ബെഡ് പ്രൊക്കഷനിസ്റ്റ് ആണ് കണ്ടോട്ടോ. ഞാൻ അവിടെ കൊട്ടുമ്പോൾ അവൻ തിരിച്ചു വന്ന് കൊട്ടുന്നുണ്ടോ എൻ്റെ കൂടെ. കണ്ടോ, ബെഡിന്റെ ചെവിയിലും കടിച്ചിട്ടുണ്ട്. എന്താണ്ട് എന്താണ്ട് കണ്ടോ, അയ്യോ അവൻ മാന്തറ കണ്ടോ. ബെഡിന് ഉറക്കം വന്നു കേട്ടോ. സമയം കൊണ്ട് അതെ, നമ്മൾ ഇറങ്ങിയപ്പോൾ ഉറങ്ങുമായിരുന്നല്ലോ. അവൻ ഇപ്പോൾ ഉറക്കം വരുന്നുണ്ടെങ്കിൽ അവൻ മനഃപൂർവ്വം ആക്റ്റീവ് ആണെന്നങ്ങ് കാണിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുക. ശരിയാവുന്നില്ല. അവര് അവിടെ മീറ്റിങ്ങിലുണ്ടായിരുന്നവർ പതുക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് കയറാനുള്ള സമയം. നമ്മളൊന്ന് കയറി പുള്ളീനെ കണ്ടിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് നമുക്ക് വരാം. നമ്മൾ വിളിച്ചിട്ടുണ്ട്. ഹലോ, I'm good. मेरा पुलिस क्लियरेंस 2 बार हो गया था यूके गया तभी. ഞങ്ങളൊരു ഫോട്ടോ എടുക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഒരു ഫോട്ടോ എടുത്ത് പുള്ളി ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഞങ്ങളങ്ങനെ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. ഓക്കെ, ഇറ്റ്സ് വെരി ഗുഡ്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ആതിഥ്യ മര്യാദ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണെന്ന് ഞങ്ങൾക്ക് തോന്നി. ഇറ്റ്സ് വെരി ഗുഡ്. ഇത് പുള്ളിയുടെ വീടാണ് കേട്ടോ. ഇത് താഴെ അവർ ഓഫീസ്, മുകളിൽ വീട്. ഞങ്ങൾ ശരിക്കും പുള്ളീനെ കാണാൻ വേണ്ടി വന്നത്, പുള്ളി വിളിച്ചിട്ട് നമ്മൾ വന്നാൽ ഇവിടെ വരുമ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിൽ വരണം എന്നൊക്കെ പുള്ളി എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഇത്തവണ ഞങ്ങൾ വന്നത് ഞങ്ങൾക്ക് 2 കാര്യം ഉണ്ടായിരുന്നു. ഒന്ന് പുള്ളീനെ കാണുകയും ചെയ്യണം, പിന്നെ ആളുടെ PCC പോലീസ് വെരിഫിക്കേഷന് വേണ്ടിയിട്ടൊരു ഹെൽപ്പ് വേണമായിരുന്നു നമുക്ക് പുള്ളിയുടെ. അതെന്ത് പോലീസ് വെരിഫിക്കേഷൻ എന്തുകൊണ്ടാണ് ചെയ്തതെന്നുള്ള കാര്യം നമ്മൾ വേറൊരു വ്ളോഗിൽ പറയും അല്ലേ. ഞങ്ങളുടെ 2 ഫ്ലാറ്റ് ഉണ്ട്, ഒരു ബിൽഡിങ്ങിൽ തന്നെയാണ്. അപ്പം എൻ്റെ പെർമനൻറ്റ് അഡ്രസ്സ് പഴയ ഫ്ലാറ്റിലും പ്രസൻറ്റ് അഡ്രസ്സ് ഇപ്പോൾ താമസിക്കുന്ന ഫ്ലാറ്റുമാണ്. പഴയ ഫ്ലാറ്റ് റെന്റിന് കൊടുത്തേക്കാം.
അപ്പം പുതിയ ഫ്ലാറ്റിൽ എൻ്റെ പേരിൽ ഒന്നുമില്ല. ഐ മീൻ ആധാർ കാർഡിലോ ഒന്നിലും ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ UK പോയി, അതുകൊണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിന് അങ്ങനത്തെ ഒരു കാര്യത്തിന് ഞാൻ ഇറങ്ങിയില്ല. അതുകൊണ്ട് എല്ലാം പഴയ അഡ്രസ്സിലാണ്. അപ്പം ജസ്റ്റ് ഇത്രേ ഉള്ളൂ, ബാങ്കിൽ പോവാം, അതിനകത്ത് പെർമനന്റ് അഡ്രസ് പാസ്ബുക്കിൽ മാറ്റുക, അത്രേ ഉള്ളൂ പണി. അതൊരു 4-5 ദിവസം എടുക്കും. ഞങ്ങൾക്കാണെങ്കിൽ തിങ്കളാഴ്ച നാട്ടിൽ തിരിച്ച് വേണം. നമുക്ക് പാസ്പോർട്ട് ഓഫീസിലെ പരിപാടികൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് പുള്ളി നമുക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ പുള്ളി ഇവിടുത്തെ തഹസിൽദാരനെയും പിന്നെ പാസ്പോർട്ട് ഓഫീസിലെ വേറെ ആരെയും വിളിച്ച് നമുക്ക് കോളിൽ കണക്ട് ചെയ്ത് തന്നു. അതെ, ഞങ്ങളുടെ കൊച്ച വേണ്ടത് ചെയ്തോണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര നമുക്ക് നല്ല കാര്യമായി പോയി പുള്ളിയുടെ അടുത്ത് വന്നതും. നമ്മൾ ശരിക്കും ഒരു 7:30 കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പോൾ സമയം 9 മണിയായി. അപ്പോൾ നമ്മളെ കാണാത്തതുകൊണ്ട് വീട്ടിൽ നിന്നൊക്കെ വിളിച്ചിട്ടുണ്ട് കുറേ. അപ്പോൾ അവരൊന്ന് തിരിച്ച് വിളിച്ചിട്ട് നമുക്ക് പതുക്കെ ഇതിലങ്ങ് നടന്നു പോകാം. ഇവിടെ നടന്നു പോകുന്ന വഴിക്ക് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് നമുക്ക് പതുക്കെ നടന്നു നിന്ന് നമുക്ക് നേരെ വീട്ടിലേക്ക് കയറാം. എടാ നീ നീ എന്തിനാണ് വിളിച്ചത്? ഞങ്ങളെ കാണാൻ പറ്റാഞ്ഞോണ്ട് വിളിച്ചാണോ? ആ പിന്നെ എങ്ങനെ ഇരിക്കണു? അവൻ നമ്മളെ വിളിച്ചത് ലേറ്റ് ആയതിനല്ല വിളിച്ചേ, വീട്ടിൽ നിന്ന് വിളിച്ചാൽ വല്ല ഞമ്മിന് കൊണ്ടുവരണമെന്ന്. എങ്ങനെ ഇരിക്കുന്നു? കൊണ്ടുവന്നിരിക്കും, ഇടം വല്ലം നോക്കാതെ ചെയ്തിരിക്കും. ഈ പിള്ളേരെ നമ്മൾ ഇവിടെ വെച്ച് പരിചയപ്പെട്ടാണ്. നമ്മൾ വീഡിയോ എടുത്ത് വന്നപ്പോഴേ ഞങ്ങള് ചാനലിന്റെ പേര് ചോദിക്കുക. നമ്മളെ ചാനൽ കുറച്ച് പേരേ ഉള്ളൂ. അവന്റെ പേര് എഴുതി എടുക്കുന്നുണ്ടോ ചാനലിന്റെ? അവൻ ചാനലിന്റെ പേരൊക്കെ എഴുതി എടുക്കുന്നു. കൊള്ളാം. അവൻ ട്യൂഷനിൽ നിന്ന് വരുന്ന. അതെ അതെ. ഇവൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് കണ്ടോ? ഇവൻ ഇട്ടേക്കുന്ന ഷർട്ട് കണ്ടോ? ഇന്നലെ ഞാൻ ഇട്ട അതേ ഷർട്ട് തന്നെ. ഓക്കെ 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 ബൈ 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 ഗൈസ് എന്നൊക്കെ പിള്ളേരെ സമ്മതിക്കണം. പിള്ളേര് നമ്മളെന്തോ വലിയ യൂട്യൂബേഴ്സാന്നൊക്കെ വിചാരിച്ചിട്ടേ അവന്മാര് ഓടി വന്നതാണ്. അവർക്കറിയത്തില്ലല്ലോ 163, ഇപ്പം 163 ഉണ്ടെന്ന് തോന്നുന്നു സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ എന്ന് അവർക്കറിയത്തില്ലല്ലോ. എന്നാലും കൊള്ളാം. പിള്ളേരൊക്കെ നമ്മുടെ അടുത്തേക്ക് വരും കേട്ടോ. ഈ പിന്നെ ഇതുമായിട്ട് നടക്കുന്ന കാണുമ്പോഴേ അതെ വ്ളോഗിന്നൊക്കെ പിള്ളേര് വിളിക്കുവാണ്. വാ വ്ളോഗ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കുക. എന്നെ പറയാനാന്ന് പറ. ഞങ്ങൾ എന്നാ പതുക്കെ ഐസ്ക്രീം കഴിക്കാൻ കയറട്ടെ. പിള്ളേര് പോവാ. ബൈ 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 ബൈ. ഈ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് കണ്ടോ? ഇത് ശരിക്കും മനോഷിൻ്റെ നമ്മളിപ്പോൾ പോയില്ലേ. ഇവിടെ പിന്നെ ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ നമ്മൾ എത്ര മേടിച്ചാലും അധികം പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകത്തില്ല. എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. എല്ലാം A to Z കാര്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ബോംബെയിൽ ജീവിക്കാൻ ശരിക്കും പറഞ്ഞാൽ എക്സ്പെൻസീവ് അല്ലേ? ഭയങ്കര അഫോർഡബിൾ ആയിട്ട് ജീവിക്കാൻ നമുക്ക് പറ്റും ബോംബെയിൽ. ഈ കട നമ്മുടെ സെയിം ബിൽഡിങ്ങിലുള്ളൊരു പുള്ളിക്കാരൻ്റെ കട കേട്ടോ. ഇത് കൊച്ചു പയ്യൻ്റെ കേട്ടോ. അത് വലിയ ആൾക്കാരുടെ ഒന്നും അല്ല. 20-21 വയസ്സുള്ള പിള്ളേരുടെ കടകളാണ് അതൊക്കെ. ഇവിടെ മോമോസ് ഉണ്ടല്ലോ. എന്നാൽ പിന്നെ മോമോസ് കഴിച്ചേക്കാം. ബാ. അങ്ങനെ ഞങ്ങളുടെ സാധനം എത്തി. ഇതെന്താ കേട്ടോ, ബെഡ് തട്ടിക്കളഞ്ഞാണ് ഇവിടെ ഇരുന്ന സാധനം. ഒറ്റ ചെറുതാണ്ട് പോയി കിടക്കുന്നു. പട്ടിക്ക് രാശിയുണ്ട്. പട്ടിക്ക് രാശിയുണ്ടെന്നെ. ഞങ്ങൾ പെരിപ്പെരിയ മേടിച്ച ഭയങ്കര മോശമാണ്. എനിക്ക് ഒട്ടും കൊള്ളത്തില്ല. നാട്ടിലത്തൊക്കെ കമ്പയർ ചെയ്യാൻ നേരത്തെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് വേറെ നല്ല സ്ഥലത്ത് കിട്ടുമായിരിക്കും കേട്ടോ നല്ലത്. ഇത് ഭയങ്കര ബോറായിട്ടുണ്ട്. പക്ഷെ കൈകാരിക്കാൻ പറ്റത്തില്ല, പൈസ കൊടുക്കേണ്ടതല്ലേ. ഇത് നമുക്ക് കണ്ടില്ല. ഇത് നമുക്ക് കിട്ടിയില്ല. ഇത് വേണ്ടെന്ന് തോന്നുന്നു. ഇവിടുത്തെ ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടില്ല, പട്ടിക്കും ഇഷ്ടപ്പെട്ടില്ല. ആളത് കഴിക്കാതിരിക്കുക. ഞാനിവിടെ അടുത്തിരുന്ന പിള്ളേരുടെ അടുത്ത് ചോദിച്ചേ ഏതാ അവർക്ക് ഇഷ്ടം. സാധാരണ അവർ വന്ന് കഴിക്കുന്നവരായിരിക്കില്ല, അവിടുത്തെ ലോക്കൽ പിള്ളേരായിരിക്കുമല്ലോ. അപ്പോൾ അവർ പറഞ്ഞ കുർക്കുറെ വെച്ചിട്ടുള്ള ചിക്കൻ്റെ എന്തോ സംഭവം, കുർക്കുറെ മോമോസ് ഉണ്ട് എന്തോ ഉണ്ടോ, അതാണ് നല്ലതെന്നാണ് പിള്ളേർ പറഞ്ഞത്. നേരത്തെ ചോദിക്കായിരുന്നു. അങ്ങനെ നമ്മൾ മോമോസ് കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ഫ്രഷായിട്ട് പൈനാപ്പിൾ ജ്യൂസും മൊസംബി ജ്യൂസും ഉണ്ട്. 40 രൂപ 50 രൂപ. കണ്ട ഈ സാധനം പണ്ടത്തെ സാധനമാണേ. ഇതുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ഇലക്ട്രിസിറ്റിയുടെ ആവശ്യമില്ല. ഇപ്പം ഇങ്ങനെ കറക്കിയാൽ മതി. കൊച്ചിനും തരാം കേട്ടോ ഇച്ചിരി. ഓക്കെ. അവർ നിറച്ചെടുക്കുന്നുണ്ടോ? അവർ തുളുമ്പി എടുക്കുന്നുണ്ടോ? ഇങ്ങോട്ട് നോക്കണ്ട, ഇത് തന്നെ അതും സെയിം സാധനം തന്നെ അതും. അത് കഴിച്ചോ? പുള്ളിക്കാരന് ഇച്ചിരിയും കൂടെ എടുത്തു തന്നെ.
മെറാക്കിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടേ പുള്ളി ഇച്ചിരി കൂടെ എടുത്തു തന്നു. ഇതിനകത്തേക്ക് വെച്ചാൽ ഞാൻ കൊടുക്കാം. ഇതുണ്ടോ വേസ്റ്റ്, ഇത് ഇടുന്നത് ഇങ്ങനെ ഒരു ഓസിനകത്ത്. ഞങ്ങൾ ഇവിടെ നിന്ന് ഈ 2 സാധനം മേടിച്ചിട്ടുണ്ട്, ഇതും. അതിൻ്റെ പേര് ഞാൻ പറയാട്ടോ. വേറൊരു സാധനം കാണിച്ചു തരാവേ, വേറൊരു അടിപൊളി സാധനം ഞാനിപ്പോൾ കാണിച്ചു തരാം. ആ കാണുന്ന ബിൽഡിങ് കണ്ടോ, അവിടെ ആരുടെയോ കല്യാണമോ എന്തോ ഫംഗ്ഷനാണ്. ലൈറ്റ് ഇട്ട് സെറ്റപ്പ് ആക്കി. എന്നിട്ട് ഏറ്റവും മേളിൽ നോക്കി, ഏറ്റവും മേളിലാണ് റിസപ്ഷൻ്റെ ഏരിയ കേട്ടോ. അവിടെ ക്ലോത്തൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വന്നിട്ട് ഇവിടെ നിന്ന് ഈ മഞ്ചൂരിയൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം കൂടെ മേടിച്ചിട്ടുണ്ടേ. വേണ്ട പാഴ്സൽ കയ്യിൽ മേടിച്ചേക്കാം. അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അവൻ വിളിച്ചായിരുന്നല്ലോ. നല്ല ചൂട് സാധനം കേട്ടോ. ഇപ്പോൾ ഉണ്ടാക്കിയതാണേ, നമ്മൾ നിൽക്കുമ്പോൾ ഉണ്ടാക്കി തിന്നാം. ഇത് കണ്ടോ ചിക്കു ഷേക്ക് കേട്ടോ, 30 രൂപയേ ഉള്ളൂ ചിക്കു ഷേക്ക് ഫുള്ളിന്. പുള്ളി ചിക്കു ഒറിജിനൽ, ഞാൻ വിചാരിച്ച് പൾപ്പായിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷേ പുള്ളി ഒറിജിനൽ ചിക്കു എടുത്ത് ചെയ്യുന്നതാണ് കണ്ടോ. ജാറിൻ്റെ അകത്ത് നേരത്തെ ചിക്കു അടിച്ചതിൻ്റെ ബാലൻസ് ആട്ടോ, പേടിക്കണ്ട. ചീത്തയായിട്ട് ഇരിക്കുന്നതല്ല, ഇപ്പം തന്നെ ചിക്കു അടിച്ചേ ഉള്ളൂ. അത് നമുക്ക് വേണ്ടി തന്നെ രണ്ടാമത് എടുക്കുന്നതാണ്. എൻ്റെ പൊന്നിന് സൗണ്ടില്ല, ഒട്ടും സൗണ്ടില്ല എന്ന് മാത്രമേ കേൾക്കത്തുള്ളൂ പെണ്ണിൻ്റെ. എൻ്റെ സൗണ്ട് എൻ്റെ അങ്ങനെ ഞങ്ങൾ പോയി തിരിച്ചു വന്നു. ഇപ്പോൾ വീട്ടിലിരിക്കുക. അപ്പം അങ്ങനെ ഇന്നത്തെ നമ്മുടെ നടപ്പ് നമ്മൾ തീർത്ത് തിരിച്ചു വന്നപ്പോൾ നമുക്ക് കുറച്ചധികം സംഭവങ്ങൾ കാണാൻ പറ്റി. അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് us Blesha and Co. ഒരാൾ കോ പറയാൻ നോക്കിയായിരുന്നു, പക്ഷെ ബെറ്റി കോ പറഞ്ഞേ, ബ്ലേഷ ആൻഡ് കോ എന്ന് പറഞ്ഞേ.